ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡിഫൈ കമൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബിൽഡ് ഇൻ ഫങ്ഷൻസ്, ന്യൂമറിക് ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ് ഫങ്ഷൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമ്മൾ ടേബിളിൻ്റെ കേസിൽ ഇൻസേർട്ട്, ഡിലീറ്റ്, അൾട്ടർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കമാൻഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കമാൻഡാണ് മോഡിഫൈ കമാൻഡ്. മോഡിഫൈ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സംടൈംസ് വി നീഡ് ടു ചേഞ്ച് ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ കോളം. ടു ഡു ദിസ് വി യൂസ് alter table modify column command. സോ മോഡിഫൈ കോളം കമാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ കോളത്തിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ചില സമയങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മൾ ക്യാരക്ടർ ആക്കി വെച്ചിട്ടുള്ള സംഭവത്തിന് ഇൻറ്റിജർ ആക്കേണ്ടി വരും. ചിലപ്പം ഇൻറ്റിന് തന്നെ ലോങ് ഇൻറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ പല ഡാറ്റ ടൈപ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് മോഡിഫൈ കോളം കമാൻഡ്. സോ alter table modify column കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് പല ഇതിൻ്റെയും കേസിൽ ഡിഫറൻസ് ഉണ്ട്. ഒറാക്കിളും MySQL ഒക്കെയാണ് ഡാറ്റാബേസ് എങ്കിൽ, ഒറാക്കിൾ MySQL ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ alter table modify column എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക. SQL ആകുന്ന സമയത്ത് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ രണ്ടിന് ഓരോന്നിലും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു MySQLും ഒറാക്കിളും ഒക്കെയാണ് ഡാറ്റാബേസ് എങ്കിൽ നമ്മളുടെ SQL ഈ ഒരു മോഡിഫൈ കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. alter ടേബിൾ നെയിം, നമുക്ക് ഏതാണോ അൾട്ടർ ചെയ്യേണ്ട ടേബിൾ, ആ ടേബിളിൻ്റെ പേര്, ദെൻ മോഡിഫൈ എന്ന് കൊടുക്കും. മോഡിഫൈ കൊടുത്തിട്ട് നമുക്ക് ഏത് കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ആ കോളത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കും. ദെൻ ന്യൂ ഡാറ്റ ടൈപ്സ്, എന്താണോ ഏതിലോട്ടാണോ നമ്മൾ ആ ഡാറ്റ ടൈപ്പ് മാറ്റുന്നത് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഈ ഒരു കോളം ആ ഒരു ഡാറ്റ ടൈപ്പിലോട്ട് മാറും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ കേസിൽ, ഒറാക്കിളും MySQLിൻ്റെ കേസിൽ മോഡിഫൈ കമാൻഡ് വരുന്നത്. ഇനി പക്ഷേ SQL സെർവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൻ്റെ അഥവാ ഡാറ്റ ടൈപ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇങ്ങനെയാണ് വരിക. alter ടേബിൾ നെയിം, alter കോളം ആണ് വരിക. alter കോളം എന്നുള്ളതാണ്. മോഡിഫൈക്ക് പകരം alter കോളം, ദെൻ കോളത്തിൻ്റെ പേര്, ന്യൂ ഡാറ്റ ടൈപ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും. MySQLിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക നമ്മൾ പറഞ്ഞു. alter ടേബിളിൻ്റെ പേര്, ഇവിടെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ മോഡിഫൈ ആണ്. മോഡിഫൈ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ആ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൻ്റെ അഡ്രസ് കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടർ 100. ഇതിപ്പോൾ ക്യാരക്ടർ 50 ആണ്, 50 ആണുള്ളതെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്യാരക്ടർ 100 ആക്കി മാറ്റണം എന്ന് വിചാരിക്കാം. അതിൻ്റെ സൈസ് കുറച്ചും കൂടി കൂട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് alter table കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിനെ മോഡിഫൈ ചെയ്യുന്നു. അഡ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടും. ദാറ്റ് മീൻസ് ക്യാരക്ടർ 50 ഉള്ളത് ക്യാരക്ടർ 100 ആക്കുന്നു. ഏതിലോട്ടാണ് മാറ്റുന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ സെമി കോളം കൊടുക്കുക. അതാണ് MySQL ഇങ്ങനെയാണ് വരിക. ഇനി SQL സെർവറിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? alter table കസ്റ്റമർ, ഇവിടെ മോഡിഫൈക്ക് പകരം എന്താവുന്നേ ഉള്ളൂ? alter കോളം എന്നാവുന്നേ മാത്രമേ ഉള്ളൂ. alter കോളത്തിൻ്റെ പേര് ഇവിടെ അഡ്രസ് ആണ്, അതെന്താക്കി മാറ്റുന്നു? ക്യാരക്ടർ 100 എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു. സോ ഇതാണ് മോഡിഫൈ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ബിൽഡ് ഇൻ ഫങ്ഷൻസ് ആണ്. SQLിൻ്റെ കേസിലുള്ള ബിൽഡ് ഇൻ ഫങ്ഷൻസ് നമുക്കറിയാം. ബിൽഡ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് SQLിൽ സെലക്ട് എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് വാല്യൂസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ. SQL സെലക്ട് എക്സ്പ്രഷൻസിൻ്റെ ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബിൽഡ് ഇൻ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയൊക്കെ നമ്മൾ SQL സെലക്ട് എക്സ്പ്രഷൻസ്, സെലക്ട് കമാൻഡ് അല്ലേ, സെലക്ട് എക്സ്പ്രഷൻസ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് എന്താ ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിൽഡ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? ടു കാൽക്കുലേറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ഉള്ള ഒരു സംഭവത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ബിൽഡ് ഇൻ ഫങ്ഷൻസ്. ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? SQL സെലക്ട് എക്സ്പ്രഷൻസിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ദിസ് ഫങ്ഷൻ ക്യാൻ ബി യൂസ്ഡ് എനിവേർ എക്സ്പ്രഷൻസ് ആർ അലൗഡ്. ഓക്കെ, എന്താണ് എക്സ്പ്രഷൻസ് എവിടെയൊക്കെ അലൗഡ് ആണോ അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിൽഡ് ഇൻ ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇൻ SQL എ ബിൽഡ് ഇൻ ഫങ്ഷൻ ഈസ് എ പീസ് ഓഫ് പ്രോഗ്രാം
ഫോർ പ്രോഗ്രാമിംഗ് ദാറ്റ് ടേക്ക് 0 or more ഇൻപുട്ട് ആൻഡ് റിട്ടേൺ എ വാല്യൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? SQLന്റെ കേസിൽ ബിൽഡ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസാണ്, ഒരു പീസ് ഫോർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു പീസാണ്. ആ പീസ് എന്താ എടുക്കുന്നത്? 0 or more ഇൻപുട്സ് എടുക്കും. അതുപോലെ തന്നെ അതൊരു വാല്യൂ ആയിരിക്കും, റിട്ടേൺസ് എ വാല്യൂ. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻസ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫംഗ്ഷൻസ് അറിയാം, അതെന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻപുട്സ് എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കേസുണ്ട്, റിട്ടേൺ ചെയ്യാത്ത കേസുണ്ട്, ഇൻപുട്ട് എടുക്കാത്ത കേസൊക്കെ ഉള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതേപോലെ തന്നെയാണ് എന്താണ് ആ ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ്, ഒരു പീസാണ്. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പീസാണ്, പീസ് ഓഫ് കോഡാണ്. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യുന്നു? 0 more ഇൻപുട്സ് എടുക്കുന്നു, അതുപോലെ തന്നെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ആൻ എക്സാമ്പിൾ ഓഫ് ബിൽഡിംഗ് ഫംഗ്ഷൻ ഇസ് ആപ്സ്. എന്താണ്? ABS. ദാറ്റ് മീൻ അബ്സല്യൂട്ട് എന്നുള്ളതാണ്. അബ്സല്യൂട്ടിന് വേണ്ടിയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ് ABS. ക്യാപിറ്റൽ ആണ്, ശ്രദ്ധിക്കണം. ABS ക്യാപിറ്റൽ ആണ്. വിച്ച് വെൻ ഗിവൺ എ വാല്യൂ കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട്, ദാറ്റ് മീൻസ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് ദ നമ്പർ. ഒരു നമ്പറിന്റെ നോൺ നെഗറ്റീവ് വാല്യൂ, ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ് ABS, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻ. Then some functions such as absolutes are used to perform calculations. Others such as getDate are used to obtain a system value such as a current date, or other like left are used to manipulate textual data. ഇത് പല രീതിയിലുള്ളത് കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് ABS എന്നാണ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്, സം കാൽക്കുലേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. എന്നിട്ടുള്ള നമ്പർ അബ്സല്യൂട്ട് ആക്കി മാറ്റിയാണ് അത് ചെയ്യുന്നത്, സം കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. പക്ഷേ ഗെറ്റ് ഡേറ്റ് പോലുള്ള ഒരു ഫംഗ്ഷനാണ്, ബിൽഡിംഗ് ഫംഗ്ഷനാണ് ഗെറ്റ് ഡേറ്റ്. അഥവാ കറന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു ബിൽഡിംഗ് ഫംഗ്ഷനാണ് ഗെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുന്നു? സിസ്റ്റത്തിലുള്ള ഒരു വാല്യൂ, ദാറ്റ് മീൻസ് അതിൻ്റെ കറന്റ് ഡേറ്റ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും, അത് എടുക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അനദർ ബിൽഡിംഗ് ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയാണ് ടെക്സ്ച്വൽ ഡാറ്റയെ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ബിൽഡിംഗ് ഫംഗ്ഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമ്മൾ അബ്സല്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് നെയിം കോമ ABS ബ്രാക്കറ്റിൽ 500 മൈനസ് റീഓർഡർ പോയിന്റ് ഡീവിയേഷൻ ഫ്രം പ്രൊഡക്ഷൻ ഡോട്ട് പ്രൊഡക്റ്റ് വേർ എപ്സ് ബ്രാക്കറ്റിൽ 500 മൈനസ് റീഓർഡർ പോയിന്റ് ഗ്രേറ്റർ ദാൻ 200. ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് നോക്കാം. സെലക്ട് നെയിം കോമ ABS, ഒരു ABS അവിടെ വരുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് 500 നിന്നും റീഓർഡർ പോയിന്റിലുള്ള വാല്യൂ, ദാറ്റ് മീൻസ് റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. 500 നിന്നും ആ റീഓർഡർ പോയിന്റിലുള്ള വാല്യൂ കുറച്ചിട്ട് കിട്ടുന്ന ആ നമ്പറിലെ ആ നമ്പറിനെ എന്തൊക്കെ മാറ്റും? അബ്സല്യൂട്ട് വാല്യൂ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അതും എന്തായിരിക്കും? നെയിംസ് ഒക്കെ ആയിരിക്കും ഈ ഒരു കമാൻഡിലൂടെ നമുക്ക് സെലക്ട് ചെയ്ത് പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഇൻ ദിസ് ക്വറി വി ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, നോക്കൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 500 ആൻഡ് പ്രൊഡക്ട്സ് റീഓർഡർ പോയിന്റ്. 500 പ്രൊഡക്ട്സ് റീഓർഡർ പോയിന്റ് നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ദ ABS ഫംഗ്ഷൻ ഈസ് ദെൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിസൾട്ട് ആസ് എ പോസിറ്റീവ് നമ്പർ. എന്താ ABS ഫംഗ്ഷൻ അവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ദർ ആർ സെവറൽ തിങ്സ് ടു നോട്ട് റിഗാർഡിംഗ് ഫങ്ഷൻസ്. ദ ഇൻപുട്സ്, അഥവാ ഒരു ഇപ്പോൾ ഈ ബിൽഡിംഗ് ഫങ്ഷൻസിൻ്റെ കേസിലൊക്കെ ഉള്ള കേസ് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്, നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ദ ഇൻപുട്സ് ടു എ ഫംഗ്ഷൻ ആർ കാൾഡ് പാരാമീറ്റേഴ്സ്. നമുക്കറിയുന്നതാണ്, നമ്മളൊരു ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്ന ഇൻപുട്സ് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? പാരാമീറ്റേഴ്സ് എന്നാണ്. നോട്ട് ആൾ ഫംഗ്ഷൻ ഹാസ് പാരാമീറ്റേഴ്സ്. എല്ലാ ഫംഗ്ഷൻസിനും എന്താണെന്നില്ല, പാരാമീറ്റേഴ്സ് ഉണ്ടാകണമെന്നില്ല. ആൻഡ് സം ഫംഗ്ഷൻസ് ഹാവ് മോർ ദാൻ വൺ. ചിലതിന് എന്ത് ചെയ്യും? ഒന്നിലധികം പാരാമീറ്റേഴ്സും ഉണ്ടാവാം. സോ അതൊക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ഫംഗ്ഷൻ എന്നാണ്. അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയും ഫംഗ്ഷൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പാരാമീറ്റേഴ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസ്. മറ്റൊന്നാണ് എന്താണ്? പാരാമീറ്റേഴ്സ് എന്തായിരിക്കും? പാരാന്തസിസിൻ്റെ ഉള്ളിലായിരിക്കും പാരാമീറ്റേഴ്സ് ഉണ്ടാവുക. വി യൂസ് ഫംഗ്ഷൻസ് ഇൻ ദ സെലക്ട് ക്ലോസ് ആസ് വെൽ ആസ് ദ വേർബ് ഫിൽട്ടർ കണ്ടീഷൻ. നമ്മൾ ഈ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു, സെലക്ട് ക്ലോസിൻ്റെ ഉള്ളിൽ, സെലക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സെലക്റ്റിലെ ക്ലോസിൻ്റെ ഫിൽട്ടർ കണ്ടീഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എ ഫങ്ഷൻ ക്യാൻ ബി യൂസ്ഡ് എനിവേർ ഇൻ എ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു ക്യാൻ യൂസ് ആൻ എക്സ്പ്രഷൻ.
അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പ്രഷൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് ആർ റിസർവ്ഡ് വേർഡ്സ്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ആർ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഐ വുഡ് അവോയ്ഡ് യൂസിങ് ദം ആസ് കോളം ഓർ എ ടേബിൾ നെയിംസ്. ഇഫ് യു ഡു ദെൻ എക്സ്പെക്ട് ക്വാളിഫൈ യുവർ നെയിം വിത്ത് ബ്രാക്കറ്റ്സ്. സോ എന്താണ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, റിസർവ്ഡ് വേർഡ്സ് ആണ്. അഥവാ അത് ആ ഒരു കേസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കോളത്തിന്റെ പേരോ മറ്റുള്ള ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. റിസർവ്ഡ് വേർഡ്സ് ആണ് ഫങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഇൻ SQL സെർവർ ദ ബിൽഡ് ഇൻ ഫംഗ്ഷൻ റിട്ടേൺ വൺ വാല്യൂ. ദിസ് ആർ കാൾഡ് സ്കേലാർ ഫങ്ഷൻസ് ആൻഡ് ആർ യൂസ്ഡ് വേറെവർ എക്സ്പ്രഷൻസ് ആർ അലൗഡ്. പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് SQL സെർവറിന്റെ കേസിൽ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്താണ്, ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അങ്ങനത്തെ ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കേലാർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത് എക്സ്പ്രഷൻസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ബിൽഡ് ഇൻ ഫംഗ്ഷൻസുകൾ യൂസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ദെൻ സം ഫംഗ്ഷൻസ് റിട്ടേൺ ദ സെയിം വാല്യൂ ഈച്ച് ടൈം യു കോൾ ദം. ചില ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ സമയത്ത് അത് വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ദീസ് ആർ ദ ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷൻസ്. അങ്ങനത്തെ ഫംഗ്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷൻസ്. ഫോർ എ ഗിവൺ ഇൻപുട്ട് ദിസ് ഫംഗ്ഷൻ റിട്ടേൺ ദ സെയിം വാല്യൂ ഈച്ച് ടൈം ദേ ആർ കോൾഡ്. അഥവാ പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ആ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോൾ വിളിച്ചാലും അതിൻ്റെ അതേ സെയിം ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയാം, SQRT എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്, ഡിറ്റർമിനിസ്റ്റിക് ആണോ, ആണ്. കാരണം എന്താണ്, കാരണം നമ്മൾ അതിന് ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും 3 അല്ലേ കിട്ടുള്ളൂ. നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു റൺ. എത്ര അവിടെ എന്തില്ല ഒരു പ്രശ്നമല്ല, എത്ര സമയം നിങ്ങൾ റൺ ചെയ്യുന്നു എന്നുള്ളതൊന്നും അവിടുത്തെ ഒരു പ്രശ്നമല്ല, നമുക്ക് എത്ര കിട്ടുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 9 കൊടുത്തു കഴിഞ്ഞാൽ 3 കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെലക്ട് SQRT ഓഫ് 9. അത് നമുക്ക് എന്താ ആൻസർ കിട്ടുക, 3 ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷൻസ് എന്തായിരിക്കും, റിട്ടേൺ വാല്യൂ മേ ചേഞ്ച് ഫ്രം എക്സിക്യൂഷൻ ടു എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതെന്താണ്, എക്സാമ്പിൾ ആണ് ഗെറ്റ് ഡേറ്റ് അല്ലേ. അത് ഡേറ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വിച്ച് റിട്ടേൺസ് ദ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം. ഗെറ്റ് ഡേറ്റിന്റെ കൂടെ നമുക്ക് ഡേറ്റും ടൈമും ആണ് കിട്ടുക. സോ ഗെറ്റ് ഡേറ്റിന്റെ കൂടെ ടൈമും ഡേറ്റും കിട്ടും. അതെന്തെയും കറന്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അതെങ്ങനെ നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കമന്റ് ആണിത്. സെലക്ട് ഗെറ്റ് ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ കറന്റ് ഡേറ്റും ടൈമും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അല്ലേ, റിട്ടേൺസ് എ ഡിഫറെൻറ്റ് വാല്യൂ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് ഫംഗ്ഷൻ്റെ കാറ്റഗറീസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ ബിൽഡിംഗ് ഫംഗ്ഷൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. കൺവേർഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. കൺവേർഷൻ ഫംഗ്ഷൻസ് എന്താ ചെയ്യുന്നത്, കൺവേർട്ട് ഡാറ്റ വിത്ത് കാസ്റ്റ് ആൻഡ് കൺവേർട്ട്. എന്ത് ചെയ്യുന്നു, കൺവേർഷൻ ഫംഗ്ഷൻസ് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്, ഡാറ്റ വിത്ത് കാസ്റ്റ് ആൻഡ് കൺവേർട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോജിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. ലോജിക്കൽ ഫംഗ്ഷൻസ് എന്താണ്, എക്സിക്യൂട്ട് വൺ എക്സ്പ്രഷൻ വേഴ്സസ് അനദർ ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ലോജിക്കൽ കമ്പാരിസൺസ്. എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പ്രഷൻസിനെ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു വേഴ്സസ് അനദർ ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ലോജിക്കൽ കമ്പാരിസൺ. ലോജിക്കൽ കമ്പാരിസൺസ് അല്ലേ, സം ലോജിക്കൽ കമ്പാരിസൺസ് വരുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് ലോജിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാത്ത് ഫംഗ്ഷൻസ് നമുക്കറിയാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് മാത്ത് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്താണ്, ചേഞ്ച് ടെക്സ്റ്റ് വാല്യൂസ് ടു ആൾ അപ്പർ കേസ് ഓർ റിമൂവ് ദ ട്രെയിലിംഗ് സ്പേസസ് ഫ്രം വാല്യൂസ് എന്നാണ്. എന്ത് ചെയ്യുന്നു, സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്താ ചെയ്യുന്നത്, ടെക്സ്റ്റ് അഥവാ സ്ട്രിങ്ങിൽ പെർഫോം ചെയ്യുന്നു. സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അതുപോലുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ സ്ട്രിങ് എന്താണ്, അല്ലെങ്കിൽ അപ്പർ കേസിൽ ലോവർ കേസിലോട്ട് മാറ്റുക, അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും എന്ത് ചെയ്യുന്നു, സ്പേസുകളൊക്കെ റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഡേറ്റ് ഫംഗ്ഷൻസ് നമ്മൾ എന്താ, ഡേറ്റ് ഫംഗ്ഷൻസ് എന്താണ്, ആഡ് ഡേയ്സ് ഓർ മന്ത്സ് ടു എ ഡേറ്റ്. എന്ത് ചെയ്യുന്നു, ഇപ്പം ഡേയ്സ് അല്ലെങ്കിൽ മന്ത്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റിലോട്ട് ആഡ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ദ ഡേ ഓഫ് ദ വീക്ക് ഫ്രം ദ ഡേറ്റ്. ഡേറ്റിൽ നിന്നും എന്താണ് ഡേ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ
വീക്കിലിയുടെ ഡേ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ എന്താണ് ഡേറ്റ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഡേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാണ്ട് ന്യൂമറിക് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. ന്യൂമറിക് ഫങ്ഷൻസ് കുറച്ച് ന്യൂമറിക് ഫങ്ഷൻസ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്താണ് ന്യൂമറിക് ഫങ്ഷൻ എന്നാണ് നോക്കാം. SQL ന്യൂമറിക് ഫങ്ഷൻസ് ആർ യൂസ്ഡ് പ്രൈമറിലി ഫോർ ന്യൂമറിക് മാനിപ്പുലേഷൻ. ന്യൂമറിക് മാനിപ്പുലേഷൻസിനും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ്, പ്രൈമറി ഫങ്ഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമറിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ന്യൂമറിക് മാനിപ്പുലേഷൻസ്, അപ്പം നമ്മൾ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് ന്യൂമറിക് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂമറിക് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല ഉള്ള, ഇനിയും കുറേ ന്യൂമറിക് ഫങ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ന്യൂമറിക് ഫങ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 സ്ലൈഡിലാണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ഫങ്ഷൻസ് ഏതൊക്കെ വരുന്ന നോക്കൂ. ABS നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ABS ന്യൂമറിക് ഫങ്ഷൻ. അതുപോലെ തന്നെ ACOS എന്താണ്, റിട്ടേൺ ആർക്ക് കൊസൈൻ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ ആർക്ക് കൊസൈന് റിട്ടേൺ ചെയ്യും ഈ ACOS യൂസ് ചെയ്താൽ. അതുപോലെ തന്നെ A-സൈൻ എന്താണ്, റിട്ടേൺ ദ ആർക്ക് സൈൻ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ ആർക്ക് സൈൻ എന്ത് ചെയ്യും, റിട്ടേൺ തരുന്ന തരത്തിലുള്ള എന്താണ് ഫങ്ഷനാണ് A-സൈൻ. അതുപോലെ തന്നെ A-tan, റിട്ടേൺ ദ ആർക്ക് എന്താണ് ടാൻജൻറ്റ് ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ ആർക്ക് ടാൻജൻറ്റ് റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ A-tan2, റിട്ടേൺ ദ ആർക്ക് ടാൻജൻറ്റ് ഓഫ് 2 നമ്പേഴ്സിൻ്റെ ആർക്ക് ടാൻജൻറ്റ് റിട്ടേൺ ചെയ്യുന്നതാണ് A-tan2. AVG എന്താണ്, റിട്ടേൺ ദ ആവറേജ് വാല്യൂ ഓഫ് എൻ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷൻ്റെ ആവറേജ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷനാണ് AVG. അതുപോലെ തന്നെ സീലിംഗ് എന്താണ്, റിട്ടേൺ ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ നമ്പർ. ഓക്കെ, എന്താണ് അതെന്താ റിട്ടേൺ ചെയ്യുക, ഒരു സ്മാളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അതെന്തായിരിക്കും, നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിനെ കാട്ടിലും കൂടുതലുള്ള ഒരു സ്മാളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ നമുക്ക് കിട്ടാനാണ് സീലിംഗ് യൂസ് ചെയ്യുക. കൗണ്ട് എന്താണ്, നമ്പർ ഓഫ് റെക്കോർഡ്സ് റിട്ടേൺ ബൈ എ സെലക്ട് ക്വറി. ഇപ്പോൾ ഒരു സെലക്ട് ക്വറി റിട്ടേൺ ചെയ്യുന്ന എത്ര എന്താണ് നമ്പേഴ്സ് അതിലുണ്ടോ അതിൻ്റെ ആ നമ്പർ ഓഫ് റെക്കോർഡ്സ് എത്ര റിട്ടേൺ ചെയ്യുന്നുണ്ടോ അത് ആ റെക്കോർഡ്സിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, കൊസൈൻ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ കൊസൈൻ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷനാണ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൻജന്റ് എന്താണ് ഓഫ് എ നമ്പർ റിട്ടേൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഗ്രീസ്, ഇതിൽ പലതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതൊക്കെ എന്തെങ്കിലുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രീസ് എന്താണ്, കൺവേർട്ട് എ വാല്യൂ ഇൻ റേഡിയൻസ് ടു ഡിഗ്രി, റേഡിയനിൽ കേട്ടിട്ടുണ്ടാവും, റേഡിയനും ഡിഗ്രിയും ഒക്കെ. സോ റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ, അതിനൊക്കെ നമ്മൾ ഡിഗ്രീസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ EXP എന്താണ്, റിട്ടേൺ എ റേസ് ടു എ പവർ ഓഫ് എ സ്പെസിഫൈഡ് നമ്പർ, സ്പെസിഫൈഡ് നമ്പറിൻ്റെ പവർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് EXP. അതുപോലെ തന്നെ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ദ ലാർജസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമ്പർ. അഥവാ നേരത്തെ സീലിംഗ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ അവിടെ എന്താണ് ലാർജസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, ഏതിനെക്കാട്ടിലും ഈ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഫ്ലോ ഫംഗ്ഷൻ. ദെൻ അതുപോലെ തന്നെ ലോഗ് ഉണ്ട്. ലോഗ് എന്ന് എന്താണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് എ നമ്പർ റിട്ടേൺ ചെയ്യുന്നു. ഇപ്പോൾ log 10 ഉണ്ട്, നാച്ചുറൽ ലോഗരിതം log ബേസ് 2 ആണല്ലോ. സോ ഇവിടെ log 10 ഉണ്ട്. log 10 എന്താണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് നമ്പർ ടു ബേസ് 10 ആണ്. അതുപോലെ തന്നെ മാക്സ് ഉണ്ട്. മാക്സ് മീൻസ് എന്താണ്, സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് മാക്സിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. മിൻ ഉണ്ട്, ദാറ്റ് മീൻസ് മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന്. അതുപോലെ തന്നെ പൈ ഉണ്ട്, എന്താണ് വാല്യൂ ഓഫ് പൈ റിട്ടേൺ ചെയ്യുന്നതാണ് PI. ദെൻ പവർ ഉണ്ട്. പവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റിട്ടേൺ ദ വാല്യൂ ഓഫ് എ നമ്പർ റേസ്ഡ് ടു എ പവർ ഓഫ് അനദർ നമ്പർ, അല്ലേ. പവർ മുകളിൽ അഥവാ നമ്മൾ പറയില്ലേ x⁻²² എന്നുള്ള രീതിയിലൊക്കെ വരുന്ന തരത്തിലുള്ള അതിൻ്റെയൊക്കെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പവർ യൂസ് ചെയ്യുന്നത്. റേഡിയൻസ് ഉണ്ട്, എന്താണ് ഡിഗ്രിയിൽ നിന്നും റേഡിയൻ ആക്കി മാറ്റാൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് റേഡിയനിൽ നിന്നും ഡിഗ്രി ആക്കി മാറ്റാനായിരുന്നു. റേഡിയൻസ് എന്താണ്, ഡിഗ്രിയിൽ നിന്നും റേഡിയൻ ആക്കി മാറ്റാൻ. ഇതുപോലെ തന്നെ റാൻഡ് ഉണ്ട്, എന്ത് റാൻഡം നമ്പേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാൻഡ് യൂസ് ചെയ്താൽ മതി. സിംപ്ലി റാൻഡ് യൂസ് ചെയ്താൽ എന്തെങ്കിലും റാൻഡം നമ്പർ റിട്ടേൺ ചെയ്യും. ദെൻ റൗണ്ട് എന്താണ്, എ നമ്പർ ടു എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലോട്ട് മാറ്റാനാണ് നമ്മൾ റൗണ്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സൈൻ എന്തിനാണ് യൂസ് ചെയ്യുക, റിട്ടേൺ ദ സൈൻ ഓഫ് എ നമ്പർ, നമ്പറിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ റിട്ടേൺ ചെയ്യാനാണ് സൈൻ യൂസ് ചെയ്യുക.
അതുപോലെ തന്നെ സോർട്ട് റിട്ടേൺ ദി സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞു സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യും ഒരു നമ്പർ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്താണ് അതാണ് സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോർട്ട് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. SQRT സോർട്ട് അല്ല, SQRT സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദെൻ സ്ക്വയർ റിട്ടേൺ ചെയ്യാൻ സ്ക്വയർ എന്ന് വരുന്നത്. അതെന്ത് ചെയ്യുന്നു? സ്ക്വയർ റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ സം എന്താണ്? സെറ്റ് ഓഫ് വാല്യൂസിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സം ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെയൊക്കെ സിൻടാക്സ് നിങ്ങൾക്ക് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അധികം എല്ലാതും എന്ത് ചെയ്യുന്നത് സെലക്ട് കമാൻഡിന്റെ കൂടെയാണ് വരുന്നത്. സെലക്ട് സം ഓഫ് നമ്പേഴ്സ് കൊടുത്താൽ കിട്ടും. അതുപോലെ തന്നെ SQRT ഓഫ്, അതൊക്കെ സിൻടാക്സ് നമ്മൾ നോക്കിയതാണ്. SQRT ഓഫ് നമ്പർ കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടും. അതുപോലെ തന്നെ ഓരോന്നും മിന്നും മാക്സും ഒക്കെ ബ്രാക്കറ്റിൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി. അതൊക്കെ എന്ത് ചെയ്യുക? സെലക്ട് കമാൻഡിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്താൽ നമുക്കതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ ഇതൊക്കെയാണ് എന്ത് ഫങ്ഷൻസ്? ന്യൂമറിക് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഡേറ്റ് ഫങ്ഷൻസ് നമുക്കറിയാം. ഇൻ വേരിയസ് സിനാരിയോസ് ഇൻസ്റ്റെഡ് ഓഫ് ഡേറ്റ് ടൈം ഈസ് ആൾസോ ഇൻവോൾവ് വിത്ത് ഡേറ്റ് ഈസ് യൂസ്. നമുക്കറിയാം പല സ്ഥലങ്ങൾക്കും നമുക്ക് ഡേറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഫോർമാറ്റിൽ ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ടൈം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഡേറ്റ് ടൈം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഡേറ്റിൻ്റെ കൂടെ ടൈമും കൂടി ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ്. സോ നമുക്ക് ഓരോ ഡേറ്റ് ഫംഗ്ഷൻസും നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് കറൻറ്റ് അണ്ടർസ്കോർ ടൈം സ്റ്റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ഫംഗ്ഷനാണ് കറൻറ്റ് അണ്ടർസ്കോർ ടൈം സ്റ്റാമ്പ് എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡേറ്റ് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് എ ടൈം ഡേറ്റ് ഇൻ്റർവൽ ടു എ ഡേറ്റ് ആൻഡ് ദെൻ റിട്ടേൺ ദ ഡേറ്റ്. അത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൻ്റെ കൂടെ സം ടൈം ആൻഡ് ഡേറ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഡേറ്റ് റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷനാണ് ഡേറ്റ് ആഡ്. ഡേറ്റ് ഡിഫ് ഉണ്ട്, അഥവാ നേരത്തെ പറഞ്ഞ ആഡ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ഡിഫറൻസ്, രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡേറ്റ് ഡിഫ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡേറ്റ് ഫ്രം പാർട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് അതെന്ത് ചെയ്യുന്നത്? റിട്ടേൺ എ ഡേറ്റ് ഫ്രം ദ സ്പെസിഫൈഡ് പാർട്സ്. എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യുന്നു? ഡേറ്റിനെ സ്പെസിഫൈഡ് പാർട്സിൽ നിന്ന്, അഥവാ ഇയർ, മന്ത് ആൻഡ് ഡേ വാല്യൂസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഡേറ്റിനെ റിട്ടേൺ ചെയ്യുന്നതാണ് ഡേറ്റ് ഫ്രം പാർട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡേറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദ ഡേറ്റ് ആസ് എ സ്ട്രിങ്. അതാണ് എന്ത്? ഡേറ്റ് നെയിം എന്ന് പറഞ്ഞാൽ. ദെൻ അതുപോലെ തന്നെ ഡേറ്റ് പാർട്ട് ഉണ്ട്. റിട്ടേൺ എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദ ഡേറ്റ്. എന്ത് ചെയ്യുന്നു? നമുക്കിപ്പം എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫൈഡ് പാർട്ട്, ഇപ്പം മന്ത് മാത്രം മതിയെങ്കിൽ അതിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്ത്? ഡേറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഡേ, റിട്ടേൺ എ ഡേ ഓഫ് എ മന്ത് ഫോർ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു ഡേറ്റിൻ്റെ ഡേ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു കിട്ടും. അതുപോലെ തന്നെ ഗെറ്റ് ഡേറ്റ്, റിട്ടേൺ ദ കറണ്ട് ഡാറ്റാബേസ് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. കറണ്ട് ഡാറ്റാബേസ് സിസ്റ്റത്തിൻ്റെ ഡേറ്റും ടൈമും കിട്ടാൻ നമുക്ക് ഗെറ്റ് ഡേറ്റ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈസ് ഡേറ്റ് എന്താ? ചെക്ക് ആൻ എക്സ്പ്രഷൻ ആൻഡ് റിട്ടേൺ 1 ഇഫ് ഇറ്റ് ഈസ് വാലിഡ് ഡേറ്റ്, അതർവൈസ് 0. എന്താണ്? നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു? അത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് 1 റിട്ടേൺ ചെയ്യും, അതർവൈസ് 0 റിട്ടേൺ. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, ഇപ്പോഴുള്ള ഡേറ്റ്. സോ അതിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈസ് ഡേറ്റ്. ഇതിന് മന്ത് നമുക്ക് എന്ത് ചെയ്യും? മന്ത് പാർട്ട് മാത്രം എന്ത് ചെയ്യുന്നു? നമുക്ക് റിട്ടേൺ ചെയ്യും. ഒരു സ്പെസിഫിക് ഡേറ്റിൻ്റെ മന്ത് പാർട്ട് മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്യും. നമുക്കറിയാം മന്ത് പാർട്ട് 1 അല്ലെങ്കിൽ 1 to 12 വരെയുള്ള വാല്യൂസ് അതിൽ വരുള്ളൂ. സോ അത് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇതുപോലെ തന്നെ സിസ് ഡേറ്റ് ടൈം, ദാറ്റ് മീൻസ് എന്താണ്? ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ SQL സെർവറിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് റിട്ടേൺ ചെയ്തിട്ടാണ് SYS ഡേറ്റ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇയർ പാർട്ട്, ഒരു സ്പെസിഫിക് ഡേറ്റിൻ്റെ ഇയർ പാർട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നതാണ് ഇയർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഡേറ്റ് ഫംഗ്ഷൻസിൽ വരുന്നത്. താങ്ക് യു.